ഒരുപാട് വണ്ടികൾ നമ്മുടെ അടുത്തുണ്ട്. അത് ടിങ്കറിങ്, പെയിൻറ്റിങ്, മെക്കാനിക്കൽ വർക്ക്, എല്ലാ ഓൾട്രേഷൻ, എല്ലാ വണ്ടിക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. ഒരുപാട് വണ്ടിയും നമ്മുടെ അടുത്തുണ്ട്. ടിങ്കറിങ് വർക്കിന് തന്നെ ഏകദേശം 6 വണ്ടി അതുപോലെ 7 വണ്ടി ടിങ്കറിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. പെയിൻറ്റിങ്ങിനും അധികം വണ്ടികൾ കയറ്റിയിട്ടുണ്ട്. എല്ലാ വർക്കിനും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാത്രം ഞാൻ അധികം വണ്ടികൾ എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വണ്ടി തന്നെ കംപ്ലീറ്റ് ആയിട്ട് തീരുമാനമായിട്ടേ നമുക്ക് വേറെ വണ്ടികൾ എടുക്കാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് വണ്ടി പണി ചെയ്യാനായിട്ട് ഒരുപാട് വണ്ടികൾ നിൽക്കുന്നുമുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ആയാൽ തന്നെ നമുക്ക് മറ്റുള്ള വണ്ടികളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. വന്നാലും കോളീസുകൾ ഓൾട്രേഷൻ വന്നാലും നമുക്ക് 1 മാസം 2 മാസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 വർഷം അടക്കം എടുക്കും. നമുക്ക് 10 ദിവസം കൊണ്ട് 20 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പണികൾ ഉണ്ട്. അതൊക്കെ പാച്ച് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു വണ്ടിക്ക് 1 മാസം വേണം. അപ്പോൾ 1 മാസത്തിൽ വെയിറ്റ് ചെയ്താൽ തന്നെ അടുത്ത വണ്ടി കയറ്റാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരുപാട് വണ്ടി വന്നാലും നമുക്ക് ഡിലേ ആവും. ചെയ്യുന്ന വർക്ക് ഡിലേ ആകാൻ സാധ്യതയുണ്ട്. ഒരു വണ്ടിക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പണിയുണ്ട്. ഇത് കണ്ട, ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചാൽ തന്നെ ഗുണമാവുള്ളൂ. അത് 1 മാസമല്ല, അതിൻ്റെ മേലെയും ആകും. ചിലപ്പോൾ 2 മാസം എടുക്കും പണി ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ എല്ലാ വണ്ടികളും റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നൊരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയും, കസ്റ്റമർ പറയും 2 മാസം കൊണ്ട് വണ്ടി തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. നമുക്ക് തരാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടൈമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചില വണ്ടികൾ വന്നിട്ടിപ്പോൾ 1.5 വർഷം ഇല്ലാന്നുണ്ടെങ്കിൽ 2 വർഷം ആയിട്ടുണ്ടാവും. അത് റിലീസ് ചെയ്യാൻ ഒരുപാട് ടൈം വേണം. അത് പുതിയ വണ്ടി പോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം കിട്ടിയാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാതെ എൻ്റെ കഴിവ് പോലെ മാക്സിമം ഞാൻ ഗുഡായിട്ട് വണ്ടി കൊടുക്കും. അതിന് ടൈം കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കസ്റ്റമർ വന്നുകൊണ്ട് പറയും 2 മാസം കൊണ്ട് വണ്ടി, അത് 2 മാസമെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ടൈം വേണം നമുക്ക്. ഒരു വണ്ടി, ഒരു കോളീസ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് 1 വർഷം എടുക്കും. എന്തായാലും 1 വർഷം ഇല്ലാന്നുണ്ടെങ്കിൽ 9 മാസം ടൈം പറയാനേ പറ്റില്ല. ചിലപ്പോൾ അതിന് മേലെയും ആകാൻ സാധ്യതയുണ്ട്. ഈ വണ്ടി വന്നിട്ട് തന്നെ 4 മാസമായി. അധികം പെയിൻറ്റിങ് അടക്കം അവർ കോയമ്പത്തൂരിൽ നിന്ന് ചെയ്തതാണ്. അതുപോലെ ടിങ്കറിങ് വർക്കും അവിടെ നിന്ന് ചെയ്തതാണ്. അക്സസറീസ് വർക്ക് എക്സ്ട്രാ ഫിറ്റ്മെൻറ്റിനാണ് നമ്മുടെ അടുത്ത് വന്നത്. അത് ലിപ്പ്, സ്കേർട്ട്, പിന്നെ സ്റ്റെപ്പിൻ്റെ താഴെ വരുന്ന സാധനം, അതൊക്കെ ചെയ്യാനായിട്ടാണ് വന്നത്. അതുപോലെ ലൈറ്റുകൾ കംപ്ലീറ്റ് ആയിട്ടും ഒറിജിനൽ തന്നെ വേണം പറഞ്ഞിട്ട് വന്നതാണ്. അത് വന്നിട്ട് തന്നെ ഇപ്പോൾ 4 മാസമായി. അവർ പറഞ്ഞത് 2 മാസത്തിൽ തരാനായിട്ട്. അതിനെ 2 മാസം കൂടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സമയം വേണം. പാത്തിനും പോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. കണ്ടില്ലേ, അതുപോലെ ചെയ്തു വിടുന്നുണ്ട്. പക്ഷെ നമുക്ക് ടൈം കിട്ടിയാലേ ഇതാവുള്ളൂ. നമ്മുടെ പാത്തൂന് തന്നെ പണി എടുക്കാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ആയി ഞാൻ. അതുകൊണ്ട് ചെറുതല്ല, നല്ല രീതിക്ക് ആക്സിഡൻ്റായി. ഹെഡ് അടക്കം ബുദ്ധിമുട്ടായി. ഡോക്ടറടക്കം പറഞ്ഞത് തിരിച്ച് വരാൻ സാധ്യതയില്ല, ചിലപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടാണ് നോക്കിയത്. അത് കോയമ്പത്തൂർ KMCയിലാണ് നോക്കിയത്. ഡോക്ടർ പറഞ്ഞതടക്കം അങ്ങനെയാണ്, തിരിച്ച് വരില്ല. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, എല്ലാവരും എനിക്ക് പറഞ്ഞു തന്നതാണ്. 3 മാസം എനിക്ക് 3 മാസമല്ല 6 മാസം എനിക്ക് സംസാരിക്കാനും പറ്റില്ല. അതേപോലെ തന്നെ ചിന്താഗതിയും ഇല്ല. എല്ലാം ബ്ലാങ്കായിട്ട് നിൽക്കുകയാണ്. അത് എങ്ങനെ പറ്റിയെന്നുള്ളത് അറിയില്ല. ആക്സിഡൻ്റ് ആയതടക്കം എങ്ങനെ പറ്റിയെന്നുള്ളത് അറിയില്ല. ഹെഡിൽ മാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ സംസാരം. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതടക്കം ബുദ്ധിമുട്ട് വന്നത് അതുകൊണ്ടാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയില്ല. എനിക്കും അറിവേ ഇല്ല, അവർക്കും അറിഞ്ഞിട്ടില്ല. എങ്ങനെ ആക്സിഡൻ്റ് ആയി എന്നുള്ളത് ആർക്കും അറിഞ്ഞിട്ടില്ല.
അവർ ഉടനെ കൊണ്ടുപോയി. ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ ആക്സിഡൻ്റായിട്ട് നിന്ന കാര്യം അടക്കം അറിഞ്ഞത്. അപ്പോൾ ചെറിയൊരു മിടിപ്പ് മാത്രമേ ഉള്ളൂ എൻ്റെ ഇത് ഹാർട്ട് മിടിപ്പ് ചെറുതായിട്ടേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നോക്കട്ടെ ചെയ്തുതരാം. വേറൊരു ഹോസ്പിറ്റലിൽ പോയി, അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ കോയമ്പത്തൂർ KMCയിൽ പോയി, അവർ നോക്കട്ടെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഉടനെ ഒരു 22 ദിവസമാണെന്ന് തോന്നുന്നു, ഏതോ അവർ പറയാണ്, എനിക്കറിയില്ല. ഞാൻ എണിച്ചത് കണ്ണ് തുറന്നടക്കം 22 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ണ് തുറന്നത്. അതിനുശേഷം ബ്ലാങ്കായി നിൽക്കുകയാണ്. ആ ട്രീറ്റ്മെൻറ്റ് വർക്ക്ഷോപ്പിൽ മറ്റേ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു അറിവുമില്ല. 6 മാസം 7 മാസം ഒരു അറിവുമില്ല എനിക്ക്. എന്ത് പറ്റി എന്നുള്ള അറിവേ ഇല്ല. നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ചിന്താഗതിയില്ല, വണ്ടിൻ്റെ ചിന്താഗതിയില്ല, ഒന്നുമില്ല. ബ്ലാങ്കായി നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ ഹോസ്പിറ്റൽ അവിടെ തന്നെ KMCയിൽ തന്നെ ചെയ്തു. അതിന് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റി. കുഴപ്പമില്ല. ഇപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമില്ല. ഏകദേശം കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ സംസാരിക്കാനും പറ്റി. ഇത് നമ്മുടെ പാത്തുവാണ്. ഞാൻ അന്ന് ആക്സിഡൻ്റ് ആകുന്നതിന് 3 മാസം മുന്നേ വണ്ടി എടുത്തതാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചതാണ്. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നപ്പോഴാണ് വീണ്ടും റെഡിയാക്കണം പറഞ്ഞിട്ട് റെഡിയാക്കിയത്. എല്ലാം ഇതുപോലെ പണിയെടുക്കാനായിട്ട് നേരത്തെ എല്ലാ പെയിൻറ്റിങ്ങും ടിങ്കറും വർക്ക് നേരത്തെ ചെയ്തു വെച്ചതാണ് വണ്ടിക്ക്. എന്നിട്ട് തിരിച്ച് വരാനായിട്ട് 4 മാസം വന്നു. എല്ലാ പണികളും ചെയ്യാനായിട്ട് 4 മാസം വന്നിട്ടുണ്ട്. ഉള്ളത് ഒരു പോളോൻ്റെ പണിയുണ്ട്. അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇതിൽ തന്നെ വിടാം കേട്ടോ. പോളോ വോൾക്സ്വാഗൺ പോളോ പണിയുണ്ട്. അത് ഇതിൽ ആഡ് ചെയ്യാൻ ഞാൻ. വോൾക്സ്വാഗൺ പോളോ ആണ് വണ്ടി, ഡീസലാണ്. ഇതിന് 10K സർവീസിന് വന്ന വണ്ടിയാണിത്. 10K സർവീസ് മാത്രമേ ഉള്ളൂ. കസ്റ്റമർ പറഞ്ഞു സൗണ്ട് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ എൻജിൻ മൗണ്ട് പോയതാണ് സൗണ്ട് വരുന്നത്. ആക്സിലേറ്റർ ബെറ്ററായിട്ട് കൊടുക്കുമ്പോൾ, അധികം കൊടുക്കുമ്പോൾ, ക്ലച്ച് അടക്കം റിലീസായിട്ട് കൊടുക്കുമ്പോൾ സൗണ്ട് വരില്ല. ബെറ്ററായിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അടിയിൽ കുട്ടോ എന്ന് പറഞ്ഞിട്ട് സൗണ്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ എൻജിൻ മൗണ്ട് പോയതാണ്. ഓടിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നോക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടുമില്ല, 10K സർവീസും ചെയ്തിട്ടില്ല. എന്തായാലും എൻജിൻ മൗണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഴിച്ച് നോക്കാം. ആദ്യം സർവീസ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം നമുക്ക്. ബ്രേക്ക്, അതേപോലെ തന്നെ ബുഷ് കിറ്റ്, ലോവർ ആം ബുഷും പൊട്ടിയിട്ടുണ്ട്, പക്ഷേ അധികം പൊട്ടിയിട്ടില്ല. സൗണ്ട് വരുന്നത് എൻജിൻ മൗണ്ടിൻ്റെ സൗണ്ടാണ് വരുന്നത്. അത് അഴിച്ച് നോക്കാം. അഴിച്ച് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ കംപ്ലൈൻ്റ് എന്നുള്ളത് കാണിച്ചു തരാം. എൻജിൻ മൗണ്ട് മാറ്റിയിട്ടുണ്ട്. പഴയ സാധനം ഇതുപോലെയാണ് ഇരിക്കുന്നത്. പൊട്ടി നിൽക്കുകയാണ്, കണ്ടില്ലേ? ഇതുപോലെ പൊട്ടി നിന്ന സൗണ്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. ലെഫ്റ്റ് സൈഡാണ് ഇത്. ഇനിയിപ്പോൾ റൈറ്റ് സൈഡും മാറ്റണം, ഗിയർ ബോക്സ് മൗണ്ടും മാറ്റണം. ബാക്കിലെ മൗണ്ടും ഇതുപോലെ തന്നെ നിൽക്കുന്നത് പൊട്ടി നിൽക്കുകയാണ്. റൈറ്റ് സൈഡ് മൗണ്ടാണ് ഫുള്ളായിട്ട് ഡെഡായി നിൽക്കുന്നത്. അത് അഴിച്ചിട്ടില്ല. അഴിച്ചിട്ട് കാണിച്ചു. റൈറ്റ് സൈഡിലുള്ള മൗണ്ട് അടക്കം പൊട്ടി നിൽക്കുകയാണ്. അത് അഴിച്ചിട്ടില്ല. അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. 2 സൈഡും ഒരു ബുഷ് പോലുള്ള സാധനം വരും, അതും പൊട്ടി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് സൗണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ തന്നെ മാറ്റുമ്പോൾ ഒരു മൗണ്ട് മാത്രം മാറ്റിയ ഗുണമില്ല. മാറ്റുമ്പോൾ 3 മൗണ്ടും മാറ്റണം. എന്നാൽ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സൗണ്ട് തിരിച്ച് വന്നുകൊണ്ടേയിരിക്കും. മൗണ്ടിൻ്റെ ബുഷ് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. 2 സൈഡും വരും. അപ്പോൾ ഒരെണ്ണം ഡ്രോപ്പായി കഴിഞ്ഞാൽ ആ സൈഡ് മുട്ടിക്കൊണ്ടിരിക്കും. കണ്ടില്ലേ? ഇതുപോലെ വരണം. ഇത് പുതിയതാണ്, പഴയത് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. റൈറ്റ് സൈഡ് മൗണ്ട് കണ്ടില്ലേ? പൊട്ടി നിൽക്കുകയാണ് ഒന്നാമത്തത്. പിന്നെ ബുഷ് ഉണ്ടല്ലോ, അതും പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കാല് തൊട്ട് കഴിഞ്ഞാൽ നേരെ മുട്ടും. കണ്ടില്ലേ? അപ്പോൾ എക്സ്ട്രാ സൗണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഫ്രണ്ടും ബാക്കും ക്ലച്ച് ചവിട്ടി കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ
കിട്ടുക എന്ന് പറഞ്ഞ സൗണ്ട് വന്നുകൊണ്ടേ ഇരിക്കും ഇതിനകത്ത്. അത് ഈ ബുഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡും മുട്ടില്ല. ബുഷ് ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മുട്ടിപ്പോകും. അപ്പോഴാണ് വലിയ സൗണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ബുഷ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്, ഡാമേജാണ്. അപ്പോൾ ഇത് മാത്രം മാറ്റിയാലും കുഴപ്പമില്ല, പക്ഷേ ഇത് മാത്രം മാറ്റരുത്, രണ്ടും കൂടെ മാറ്റണം. അതുപോലെ തന്നെ ഈ മൗണ്ടിൻ്റെ ബുഷ് ഉണ്ടല്ലോ, അത് മുകളിലേക്ക് വന്ന് നിൽക്കുകയാണ്, കണ്ടില്ല? അതുകൊണ്ട് എക്സ്ട്രാ സൗണ്ട് വന്നുകൊണ്ടേയിരിക്കും. സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. എഞ്ചിൻ മൗണ്ടിൻ്റെ പ്രശ്നത്തിലാണ് സൗണ്ട് വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഒന്ന് RPM കൊടുത്താൽ തന്നെ അടി വരും, ഗിട്ട് 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 സൗണ്ട് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ യാതൊരു സൗണ്ടും ഇല്ല, സോൾവ് ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ പോയിട്ട് സെക്കൻഡ് ഗിയർ ഇടുമല്ലോ, അപ്പോഴും അടി വന്നുകൊണ്ടേയിരിക്കും. ക്ലച്ച് ഫുള്ളായിട്ട് റിലീസ് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ തന്നെ അടി കിട്ട് നല്ല സൗണ്ട് വരും. ഇപ്പോൾ യാതൊരുവിധ സൗണ്ടും ഇല്ല. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.